ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്തുമോളെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോൾ നവ്യ അഭിയോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് മുത്തശ്ശൻ ആ കുഞ്ഞിനെ ഏറ്റെടുത്തല്ലോ. മുത്തശ്ശൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആദർശേട്ടനെ പുറത്താക്കേണ്ടതാണല്ലോ, അല്ലെങ്കിൽ MD സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതല്ലേ. അപ്പോൾ അഭി പറയുന്നുണ്ട്, മുത്തശ്ശൻ ഇപ്പോൾ അങ്ങനെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അതിനാ പറയുന്നത് ഇരട്ടത്താപ്പ് എന്ന്. എനിക്കൊരു നിയമം, അയാൾക്കൊരു നിയമം, എന്ത് ചെയ്യാനാ, എല്ലാം സഹിക്കാനല്ലേ പറ്റൂ. എന്നിട്ട് അഭി പറയുന്നുണ്ട്, അപ്പോഴേ ഇതൊന്നും നിൻ്റെ അച്ഛനും അമ്മയും അറിയണ്ട. മറ്റന്നാൾ നൂല് കേട്ടാ, അവർക്കിത് സഹിക്കാൻ കഴിയില്ല. ശരി എന്ന് പറയുന്നുണ്ട് നവ്യ. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അഭി. നയന ഇത് എങ്ങനെ സഹിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അവരും മുത്തശ്ശനെ പോലെ തന്നെയാ. ആദർശേട്ടൻ പറയുന്നതിന് മുൻപ് തന്നെ അവരാ കുഞ്ഞിനെ മകളായി ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. ഏതായാലും നബിക്ക് വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. പിന്നെ അബി കുഞ്ഞിനെ, തൊട്ടിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, നീ ജനിച്ച ശേഷം എനിക്ക് ശുക്രൻ ഉദിച്ചിടാ മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയെയാണ്. വല്ലാത്ത സങ്കടത്തിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവളുടെ മനസ്സ് കിടന്ന് പിടയുകയാണ്, എരിഞ്ഞ് തീരുകയാണ്. നന്നായി എരിയട്ടെ. എന്നിട്ട് ഏട്ടത്തി എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലെ മിസ്റ്റർ ക്ലീൻ ആയിരുന്നു ആദർശ്, തല്ലിപ്പൊളി എൻ്റെ മോനായിരുന്നു. എന്നിട്ട് ഏട്ടത്തിയുടെ ആദർശധീരന് എന്തു പറ്റി? അപ്പോൾ ദേവേനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അത് പോയി അവനോട് ചോദിക്കാമായിരുന്നില്ലേ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവനോടല്ല ചോദിക്കേണ്ടത്, ഏട്ടത്തിയോട് തന്നെയാ. നമ്മുടെ ആദർശിന് എന്താ ഏട്ടത്തി പറ്റിയത്? ഞാൻ എൻ്റെ മോനെ കയറൂരി വിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഏട്ടത്തി ഒരു വര വരച്ച് അതിനുള്ളിലാക്കി ആദർശിനെയും അനിയെയും നിർത്തിയത്. എന്നിട്ടാണ് അവി പോലും ചെയ്യാത്ത തെറ്റ് ആദർശി ചെയ്തത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതുവരെ അവനോട് ഉണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്കിനി അങ്ങനെ ഒരു മകനില്ല. അന്നേരം ജലജ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടത്തി, മക്കളെ അങ്ങനെ അങ്ങ് വെറുക്കാനൊന്നും ഒരു അമ്മമാർക്കും കഴിയില്ല. ഇവിടെ ഒഴിവാക്കേണ്ടത് ആ കൊച്ചിനെയാണ്. അതിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ പറഞ്ഞുവിടുക, അതോടെ പേരുദോഷം തീർന്നില്ലേ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഏതായാലും നീയൊക്കെ സത്യങ്ങൾ അറിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഈ പേരുദോഷം തീരാനാ? ഇനിയിപ്പോൾ മൈക്ക് കെട്ടിവെച്ചായിരിക്കും നീയൊക്കെ പുറത്തുള്ളവരെ അറിയിക്കുന്നത്. അന്നേരം ജലജ പറയുന്നുണ്ട്, അനന്തപുരി തറവാട്ടിന് ക്ഷതം ഏൽപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യത്തില്ല. എൻ്റെ നാവിൽ നിന്ന് ഇതൊന്നും പുറത്തു വരാനും പോകുന്നില്ല. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വട്ടം പറഞ്ഞതിന് വിപരീതമായി ചെയ്തിരിക്കും നീ. അപ്പോൾ ജലജ പറയുന്നത്, ഹോ, ഇനി ഇതിൻ്റെ പേരിൽ തർക്കിക്കാനൊന്നും ഞാനില്ല. എന്നിട്ട് പിന്നെയും ദേവയാനിയുടെ മനസ്സിൽ തീ കോരിയിടാനായി പറയുന്നുണ്ട്, ഹോ, എന്നാൽ എത്ര ക്രൂരമായിട്ടാ ഒരു പെൺകുട്ടിയെ അവൻ പറ്റിച്ചത്. ഒരു പെൺകുട്ടിയെ മാത്രമാണോ, അവൻ്റെ ഭാര്യയെയും വഞ്ചിച്ചില്ലേ. എന്നിട്ട് അവൾക്കൊരു കുഴപ്പവുമില്ല. എൻ്റെ ഏട്ടത്തി, അവളൊക്കെ സ്നേഹിക്കുന്നത് അനന്തപുരിയിലെ സമ്പത്തിനെയാണ്. അതുകൊണ്ടാണ് ഇതൊന്നും അവളൊരു വിഷയമാക്കാത്തത്. അപ്പോൾ ദേവയാനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മിണ്ടരുത് നീ എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ജലജ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയി തൂങ്ങി ചാകടി, അവളുടെ ആദർശിതരനായ ഒരു പുത്രൻ. പിന്നെ കാണിക്കുന്നത് നയന കുഞ്ഞിനെ ഇങ്ങനെ മടിയിലിരുത്തി ഭക്ഷണമൊക്കെ നല്ല സ്നേഹത്തോടെ വാരിക്കൊടുക്കുന്നതാണ്. അത് കൊണ്ടുകൊണ്ട് ദേവയാനി വരുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ നയനയോട് പറയുന്നുണ്ട്, വാരിക്കൊടുക്ക്, 5 വയസ്സ് കഴിഞ്ഞു, ഇനി വാരിക്കൊടുക്കേണ്ട കാര്യമല്ല. എന്താ, വാരിക്കൊടുത്താലേ അവൾക്ക് ഭക്ഷണം ഇറങ്ങുകയുള്ളൂ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്തിനാമേ കുഞ്ഞിനോട് ഇങ്ങനെ പറയുന്നത്? അന്നേരം ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെ, നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അതോ ഇനിയുള്ള കാലം ഇവിടെ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനാണോ നിൻ്റെ തീരുമാനം? അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ എൻ്റെ മൂത്ത കുട്ടി ഇവൾ തന്നെയായിരിക്കും. അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇതുകൊണ്ട് തന്നെയാണ് നിൻ്റെ ഭർത്താവിന് തെറ്റ് ചെയ്തിട്ടും ഒരു കുറ്റബോധവും ഇല്ലാത്തത്. നയന അപ്പോൾ പറയുന്നുണ്ട്, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ ഒരു വിശ്വാസം എനിക്കേതായാലും ഇല്ല. പിന്നെ കാണിക്കുന്നത് ജലജയെയും ജാനകിയെയും അനാമികയെയുമാണ്. ഏതായാലും സംസാര വിഷയം ആദർശിനെ പറ്റി തന്നെയാണ്. ജലജ പറയുന്നുണ്ട്, ആദർശ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. ഏതായാലും അതിപ്പോൾ നടന്നു കണ്ടു, എനിക്കിപ്പോൾ സന്തോഷമായി. അപ്പോൾ ജാനകിയും അനാമികയും പറയുന്നുണ്ട്, ചന്തുമോൾ ഈ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അത് അബിയുടെ കുഞ്ഞായിരിക്കുമെന്നാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എൻ്റെ മോൻ അങ്ങനെയുള്ള വൃത്തികേടൊന്നും ചെയ്യില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് പറയാനും മടിക്കില്ല. പിന്നെ ജാനകി പറയുന്നുണ്ട്, ആദർശിൻ്റെ കുഞ്ഞായതുകൊണ്ട് ഇനി സ്വത്തെല്ലാം ആ കൊച്ചിനും കൂടി അവകാശപ്പെട്ടതാകും. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതേ ജാനകി, അതുമാത്രമാണ് എനിക്കൊരു നിരാശ. പിന്നെ കാണിക്കുന്നത് വേണുവിൻ്റെ വീടാണ്. ഏതായാലും അനാമിക ആദർശിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട്. ആദർശധീരനായ
ആദർശിന് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതിൽ വേണുവിനും രേവതിയും വല്ലാത്ത സന്തോഷത്തിലാണ്. എന്നിട്ട് വേണു പറയുന്നുണ്ട്, ഇത് ആ നയനക്ക് വല്ലാത്ത വിഷമമായി കാണുമല്ലോ മോളെ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവൾക്കൊരു കുലുക്കവുമില്ല, അവൾ ആദർശേട്ടനെ ഒന്ന് കുറ്റപ്പെടുത്തിയത് പോലും ഇല്ല. അപ്പോൾ വേണു പറയുന്നുണ്ട്, അവൾക്കും അനന്തപുരിയിലെ സ്വത്താണ് ലക്ഷ്യം, അതുകൊണ്ടാണ് ഒരു വിഷമവും ഇല്ലാത്തത്. പിന്നെ അനാമിക പറയുന്നുണ്ട്, ഇതൊന്നും ഇതുവരെ പുറമേയുള്ള ആരും അറിഞ്ഞിട്ടില്ല. അന്നേരം വേണു പറയുന്നുണ്ട്, അതുപോലല്ലോ മോളെ, ഇതൊക്കെ ആൾക്കാർ അറിയണം. അനന്തപുരിയിലെ ഓരോരുത്തരെയും നാണം കെടുത്തണം. പിന്നെ രേവതി പറയുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടിരുന്നു, അവരോട് ഇതിനെപ്പറ്റി പറയുന്നതും മൈക്ക് എടുത്തിട്ട് നാടുനീളെ പറയുന്നതും ഒരുപോലെ ആയിരിക്കും. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയെയുമാണ്. മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ആദർശിനെ നമുക്കറിഞ്ഞുകൂടെ, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ, അത് ശരി തന്നെയാണ്, അവൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല. പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണം. ഏതായാലും ഇതൊക്കെ അറിയുമ്പോൾ നയന ഇങ്ങനെ പ്രതികരിക്കുമെന്നതായിരുന്നു എൻ്റെ പേടി. പക്ഷേ അവൾ അവളുടെ ഭർത്താവിനെ അടക്കി പിടിക്കുകയാണ് ചെയ്തത്. അവൾ മനസ്സിലാക്കി, അത്ര പോലും സ്വന്തം അമ്മയായ ദേവയാനി മകനെ മനസ്സിലാക്കിയില്ലല്ലോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് നമ്മുടെ ജലജ വരുന്നുണ്ട്. എവിടെയോ പോകാനുള്ള പുറപ്പാടിലാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മരുമോളെയും വേറെക്കുട്ടിയെയും കാണാൻ പോകുകയാ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവിടെ ചെല്ലുന്നതൊക്കെ കൊള്ളാം, ഇവിടെ നടന്ന ഒരു കാര്യവും അവിടെ പോയി പറയരുത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാനെന്തിനാ പറയുന്നത്, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ അവരൊക്കെ ഇതറിഞ്ഞുകൊള്ളും. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, അബിയേക്കാളും അത്ര മെച്ചമൊത്തുമല്ല ആദർശ്, അതുകൊണ്ട് ഉള്ളതെല്ലാം ആദർശിന് കൊടുക്കുന്നത് ബുദ്ധിമോശമാണെന്നേ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, തൽക്കാലം അവന് കൊടുത്തിട്ടുള്ള അധികാരങ്ങളൊന്നും ഞാൻ എടുത്തു കളയാൻ പോകുന്നില്ല. ആദർശിനും എനിക്കും ഈ തറവാട്ടിലും ബിസിനസ്സിലും ഉള്ള സ്ഥാനം കഴിഞ്ഞിട്ടേ നിൻ്റെ മകന് സ്ഥാനമുള്ളൂ. തൽക്കാലം ഞാനതൊന്നും പൊളിച്ചെഴുതുന്നില്ല. അപ്പോൾ ജലജക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആയിക്കോട്ടെ, അവസാനം ജ്വല്ലറിയൊക്കെ പൂട്ടി കെട്ടുമ്പോൾ അച്ഛന് ബോധ്യമായിക്കൊള്ളും. അത് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദൻ്റെ വീടാണ്. ഏതായാലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. ജലജയെ കണ്ടതും കനക, അയ്യോ ഇതാരാ വന്നത്, ജലജയെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മരുമോളെയും പേരക്കുട്ടിയെയും കാണാൻ വന്നതാ. ഇന്ന് എൻ്റെ മരുമോൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ കേട്ട് ഗോവിന്ദനും കനകയ്ക്കും സന്തോഷമാകുന്നുണ്ട്. പിന്നെ ജലജ ചോദിക്കുന്നുണ്ട്, അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നോ? അപ്പോൾ കനക പറയുന്നുണ്ട്, മുത്തശ്ശി വിളിച്ചിരുന്നു, നൂലുകെട്ടിനെ പറ്റിയൊക്കെ ചോദിച്ചു, വേറെ ഒന്നും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ. അപ്പോൾ കനക പറയുന്നുണ്ട്, വേറെ എന്ത് പറയാനാ, പിന്നെ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കനക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നവ്യയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.